പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന നടുവേദന അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന നടുവേദന അത്തരത്തിൽ ആണ് ഇപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും അധികമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? പ്രഗ്നൻസിയിൽ നടുവേദന എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആണ്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒബിസിറ്റിനെ പോലെയാണ്. ബട്ട് ഇത് ഒബിസിറ്റി അല്ല. ഇത് നമുക്ക് കൊച്ചു വളരുന്ന പ്രായത്തിൽ വയറിൻ്റെ ഇത് വലിപ്പം കൂടും തോറും ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒരു നോർമലായിട്ട് തന്നെ ഒരു നടുവേദന വരാം. ബട്ട് നോർമലായിട്ട് വരാമെന്നെങ്കിലും നമുക്ക് നോക്കുമ്പോൾ നമ്മളൊരു ഒരാഴ്ച വരെ റെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് ടാബ്ലറ്റ്സ് അധികം കൊടുക്കാറില്ല. ഓയിൻമെൻറ്റൊക്കെ വെച്ച് റെസ്റ്റൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ഒരു 2-3 വീക്സിൽ അത് മാറുന്നില്ലെങ്കിൽ ഈവൻ അത് നമ്മൾ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫർദർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പ്രഗ്നൻസി ടൈമിലുള്ള തന്നെ. പ്രഗ്നൻസിക്ക് ശേഷം ഈ വയറിൻ്റെ അളവൊക്കെ കുറഞ്ഞ് വരുമ്പോൾ ഡെലിവറിക്ക് ശേഷം പൊതുവേ കോമൺ ആയിട്ടുള്ള ഈ നടുവേദന പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള നടുവേദനകളൊക്കെ മാറും. ഒരു 3-4 വീക്സ് ആകുമ്പോൾ തന്നെ മാറും. അതിൽ മാറാത്തത് നമ്മൾ പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് ബ്ലഡൊക്കെ നോക്കി ഫർദർ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും.